നിനക്ക് ചലിക്കാനാവാത്ത ഒരു ദിനം വരാനുണ്ട്. ലോകത്തിന്റെ സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാതെ 3 വെള്ളത്തുണിയിലോ 5 വെള്ളത്തുണിയിലോ നിശബ്ദനായി കിടക്കുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾ ഓർത്ത് പൊട്ടിക്കരയുമ്പോ, സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിക്കരയുമ്പോ, അവർക്ക് നടുവിൽ നിശബ്ദനായി കഞ്ചിരിയോട് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ അള്ളാഹു നിനക്ക് തന്ന ആയുസ് കൊണ്ട് നിന്റെ ജീവിതത്തിലെ മരണം നീ ഏറ്റവും ഭംഗിയാക്കാൻ സാധിക്കണം. ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരും. നമ്മളെ പണമോ അധികാരമോ സമ്പത്തുകളോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടയാൻ പര്യാപ്തമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്നൊരു ഉത്തരം കൊടുക്കാൻ ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് ഇങ്ങ് കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഖബറിന്റെ വേദനയും ആ ഖബറാളിയെ അറിയിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഖബറിന്റെ 2 ഭാഗങ്ങൾ അങ്ങ് ഇടുക്കിക്കളയും. ആ ഇടുങ്ങുന്ന സമയത്ത് ഖബർ കിടക്കുന്ന ഖബറാളിയുടെ 2 വാരിയല്ലുകൾ പുറത്തു പോകുമാറ് വേദന കൊണ്ട് അൻവൻ ആ ഖബർ കിടന്ന് കരയുമ്പോ ആ കരച്ചില് മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവ്വചരാചരങ്ങളും കേൾക്കുകയും അമ്പരപ്പോടെ അവര് സങ്കടപ്പെടുകയും ചെയ്യുന്ന സമയം അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബർ കിടക്കുന്ന ആൾക്കിങ്ങൊരു സമാധാനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ സർവ്വ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 10 എല്ലാവരും നമ്മളെ ഖബറും പുറത്തുനിന്ന് തിരിച്ചു പോരും. പിന്നെ ആരാ മനുഷ്യർ എന്തെങ്കിലും ഖബറ് തെരഞ്ഞു വരിക? ഈ ഇരിക്കുന്ന എത്ര പേര്, എത്ര മയ്യത്ത്, എത്ര ഖബറുകളിലേക്ക് അടക്കി പോന്നവരാ. തൊട്ടു മുൻപ് നമസ്കരിച്ച മഗ്‌രിബ് നമസ്കാരത്തിന് പോലും അള്ളാഹുവിന്റെ നേരെ കൈനീട്ടുമ്പോ, പടച്ചോനെ അന്ന് ഞാൻ ഖബറിൽ വെച്ചു പോന്ന അഹമ്മദ്, അന്ന് ഞാൻ ഖബറിലേക്ക് ഇറക്കി വെച്ചു പോന്ന സുലൈഖ, അന്ന് ഞാൻ മയ്യത്ത് കണ്ടുപോന്ന ജമീല, അന്ന് ഞാൻ ഖബറിലേക്ക് ഇറക്കി വെച്ച് ദ്വാരുന്നു പോന്ന ഇന്ന ആൾ ഓർത്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇതുപോലെ ആളുകൾ ഓർക്കാത്തൊരു മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. നമ്മൾ മരിച്ചതിന്റെ പേരിൽ ലോകത്തൊരു ചുക്കും സംഭവിക്കാനില്ല. സൂര്യൻ വരും, സൂര്യൻ അസ്തമിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചാൽ മഴ വർഷിക്കും. അള്ളാഹു തീരുമാനിച്ചാൽ മനുഷ്യരിൽ ഓരോരുത്തരും സുഖസുന്ദരമായിട്ട് ജീവിക്കും. ആ തിരിച്ചുള്ള നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ ഖബറിന്റെ മനോഹരമായ ഒരു ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ സമ്പാദിച്ചതെന്നും എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിന്തിക്കുന്നിടത്താണ് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ആലീസ് മട്ടിൽ കെട്ടിപ്പടുത്ത മാലേറിസ കൊട്ടാരങ്ങളിൽ ഒരാളും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ പടച്ച റബ്ബിന്റെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ജീവിതത്തിന്റെ ഭൂരിഭാഗവും അധ്വാനിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുമാ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണല്ലോ ഒരു 19 വയസ്സുകാരൻ ഉമ്മയുടെ തലയറുത്തു മാറ്റുന്നു. ഒരു 24 വയസ്സുകാരൻ കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നുതള്ളുന്നു. ഒരു 18 വയസ്സുകാരൻ സ്വന്തം അനിയത്തിയെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. ഒരു 48 വയസ്സുകാരൻ 11 വയസ്സുകാരിയെ പ്രയാസപ്പെടുത്തുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ പല തോന്നിവാസങ്ങളിലേക്കും അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് കള്ളും കഞ്ചാവും പെണ്ണും മദിരാശിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു തരം ഭയപ്പാടാ മനുഷ്യൻ ഇന്ന്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഓരോ ചെറുപ്പക്കാരെയും കാണുന്ന സമയത്ത് പോലും സ്വന്തം കുടുംബത്തിലെ വീട്ടിലെ
ചെറുപ്പക്കാരെ കാണുമ്പോൾ പോലും ഇന്ന് ചിലർക്കൊരു ഭയപ്പാടാണ്. ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു, MBBS പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം, കുടുംബങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം. പക്ഷേ കൈവശം വെച്ച ഏറ്റവും മാരകമായ വിഷം MDMA-യുമായി ആ ഡോക്ടേഴ്സ് വിഭാഗം പഠിക്കുന്ന ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അമ്പരപ്പോൾ വെക്കാനേ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുള്ളൂ. ഒരു ഭയപ്പാടിലാണ് ഇന്ന് നമ്മളിൽ പലരും. അത്രയേറെ ലഹരി എന്ന മഹാവിപത്ത് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. പരസ്പര വഞ്ചനയും അവിഹിതങ്ങളും വലിയ ഹീറോയിസമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യയെയും കാമുകിക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലുന്ന ഭർത്താക്കന്മാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുന്ന ഭർത്താവിന്റെ ശബ്ദം കേട്ട് മറുഭാഗത്തുള്ളവന് മെസ്സേജ് കൊടുത്ത് ഇനി മെസ്സേജ് അയക്കരുതെന്ന് വാണിംഗ് കൊടുക്കുന്ന ഭാര്യമാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോൾ തന്റെ മൊബൈലിലുള്ളതെല്ലാം ക്ലീനാക്കി വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ നല്ല പിള്ളയായി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരും ഇന്ന് സർവ്വസാധാരണമായി കുടുംബത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപകടകരമായ ഒരു രീതിയിലേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്രയേറെ അധപ്പതനങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യനെ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഇസ്ലാം എന്ന മതത്തെ, ആ രക്ഷ പഠിപ്പിച്ച മതത്തെ ചില ആളുകൾ സ്വന്തം വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും നമ്മളെ കേരളക്കരയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. കേട്ടല്ലോ, അപസ്മാരം ബാധിച്ചൊരു 13 വയസ്സുകാരി വേദന കൊണ്ട് പൊളഞ്ഞു വാപ്പനോട് പറഞ്ഞു, വാപ്പ എനിക്കൊരു മരുന്ന് വാങ്ങിത്തരണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടും മനസ്സാക്ഷി അടങ്ങാത്ത വാപ്പ പള്ളിയിൽ മന്ത്രി ചൂതുന്ന ഏലസിന് വേണ്ടി കാത്തിരുന്നു. ആരോ മന്ത്രി ചൂതിക്കൊടുത്ത ഏലസും കെട്ടി. പിറ്റേന്ന് നേരം വെളുത്തപ്പം വായിൽ നിന്ന് നൊരയും പതയും വന്ന് മരിച്ചു കിടക്കുന്ന പെൺകുട്ടി യൂറോപ്യൻ രാജ്യത്തിലല്ല, ഈ കേരളക്കരയിലെ കണ്ണൂരിന്റെ മണ്ണില. ഈ മലപ്പുറം ജില്ലയിൽ പോലും മരിച്ച തന്റെ ഭർത്താവിന്റെ മയ്യത്ത് 3 മാസം ചാക്കിൽ പൊതിഞ്ഞു വെച്ചൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. എന്റെ ഷെയ്ഖിന്റെ മുരീദിനെ ഒരിക്കലും ആത്മാവ് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ലെന്നും അതുകൊണ്ട് ആ മയ്യത്ത് കാത്തുവെച്ചാൽ, ആ മുരീദായി കൂടിയാൽ, ഷെയ്ഖിന്റെ ആളായി കൂടിയാൽ തിരിച്ചുപോയ ആത്മാവ് തിരിച്ച ശരീരത്തിലേക്ക് വരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് 3 മാസമാ ചാക്കിൽ പൊതിഞ്ഞ് കേരളത്തിലെ ഈ ജില്ലയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടല്ലോ, 9 മാസത്തിന്റെ ഗർഭവേദനയിൽ, വേദനയുടെ ശ്വാസം മുട്ടലിൽ അങ്ങേയറ്റം പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പോലും മനസ്സാക്ഷി കുത്തില്ലാതെ പ്രസവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നും അത് വീട്ടിലെ പാടുള്ളൂ എന്നും പഠിപ്പിക്കുന്ന ഒരു തലേക്കെട്ടുകാരൻ തന്റെ ഭാര്യയുടെ വയറിൽ നിന്നും പുറത്തേക്ക് വന്ന കുഞ്ഞിനെയും മാതാവിന്റെ പൊക്കിൾക്കൊടിയെയും വേർപെടുത്താൻ വേണ്ടി ആ രീതിയിലുള്ള, അതല്ലെങ്കിൽ ആ പൊക്കിൾക്കൊടി വേർപെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു ബ്ലേഡിൻ പൊക്കിൾക്കൊടി വേർപെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുകഥകളും മായാവി കഥകളും മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങി. കേട്ടല്ലോ, ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖിനെ കയറിപ്പോയി എന്ന് കേട്ടപ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഷെയ്ഖുനാന്റെ മക്ബറയുണ്ടെന്നും ഷെയ്ഖുനാന്റെ കുടുംബമുണ്ടെന്നും ആ തീവണ്ടി ഉപദേശിച്ചപ്പോഴേക്കും പിന്നീട് ആ തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്ന് ഫറോക്കിലെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും സ്പീഡ് കൂടാൻ പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഗർഭം ധരിക്കാത്ത പെണ്ണിന് ബിരിയാണി തിന്നുന്നതിനിടയിൽ കോഴിക്കാര് കൊടുത്ത് ഗർഭമുണ്ടാക്കിയത് മുതൽ ഇപ്പോഴും പരിശുദ്ധ റമദാനിലെ ഒരു രാത്രി ഹിളർ നബിയോടും ജിബ്രീലിനോടും കൂടെ ചിറ്റടി മീത്തല വീട്ടിന്റെ പറമ്പിൽ വന്ന് കഞ്ഞി കുടിച്ചു പോകുന്നവനാണ് CM ഷെയ്ഖ് എന്ന് പറയുമ്പോഴേക്കും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസ കൗമിലേക്ക് കൊണ്ടെത്തിക്കാൻ പുരോഹിത വർഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ഒട്ടകത്തിന്റെ മൂക്ക് കയറ് മാത്രം പിടിച്ച് ഒരു ജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും ശിർക്കൻ ജീവിതത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടു നടന്ന ഒരു പ്രവാചകനോടും ആ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത
ഇസ്ലാം എന്ന ഒരു പുരോഹിത വർഗത്തിന്റെ മുൻപിലാ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാ ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പാതകവും ഏറ്റവും വലിയ തെറ്റും. ഏകനായ അള്ളാഹുവിനെ, ആ റബ്ബിനെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. അറിയേണ്ട രീതിയിൽ ആ റബ്ബിനെ ആരും അറിഞ്ഞിട്ടും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, റസൂലേ, അവരിൽ പലരും അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല നബിയെ. അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല നബിയെ. ഏതൊരു പ്രയാസത്തിന്റെ മുൻപിലും നെഞ്ചും വിരിച്ചു നിന്ന സ്വഹാബത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏകദൈവ വിശ്വാസം. ഇസ്ലാമിക ലോകത്ത് ഇന്നും മതിവരാത്തൊരു ചരിത്രമുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അള്ളാന്റെ ഹബീബ് എവിടെ, അള്ളാന്റെ പ്രവാചകൻ എവിടെ? ഉഹുദിലേക്ക് തിരിച്ചോടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടത് ഉഹുദിന്റെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണ് മുൻവശത്തുള്ള 2 പല്ലുകൾ പൊട്ടി ഒരു തൊളയോട് കൂടി നെറ്റി. റസൂലുള്ള ചോദിച്ചു, പറ അബൂബക്കർ, എത്ര വെട്ടുകളുണ്ട് ത്വൽഹാന്റെ ശരീരത്തിൽ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, 84 പരം വെട്ടുകളുണ്ട്. അതിൽ 14 വെട്ടുകൾ പിൻഭാഗത്തു നിന്നും മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് റസൂലേ. വേദന കൊണ്ട് പൊളയുന്ന ത്വൽഹാനെ കൂട്ടിപ്പിടിച്ച് അള്ളാന്റെ റസൂല് ചോദിച്ചു, ത്വൽഹ, താങ്കൾക്ക് വേദനിച്ചിട്ടില്ലേ? ആ വെട്ടുകൾ ഏൽക്കുമ്പോൾ താങ്കൾക്ക് എന്തേ അനുഭവപ്പെട്ടത്? അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഓരോ വെട്ടുകൾ എന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോ എനിക്ക് മാറണം എന്ന് തോന്നി, എനിക്കത് മാറാൻ തോന്നിയിട്ടില്ല റസൂലേ. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ബോധം കെട്ടി വീഴാൻ ഒരുങ്ങുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാ, എന്റെ അടയാളങ്ങൾ എന്റെ സ്വർഗത്തിനുള്ള അടയാളമാണ് പ്രവാചക. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഞാൻ എന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങും എന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണ ഒരു സഹാബത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ഏതേത് ഘട്ടത്തിലും ഏതേത് സങ്കടത്തിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടുള്ളൂ. അള്ളാഹു ഏകനാണെന്ന വിശ്വാസവും അവനരികിലേക്ക് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന വിശ്വാസവും. അത് പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാര് വന്നത്. അമ്പിയാക്കൾ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം തൗഹീദ്, ഏകദൈവ വിശ്വാസം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. അതാ റബ്ബ് പഠിപ്പിച്ചതും. വമാ അർസൽസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. 1,00,000 പരം പ്രവാചകന്മാർ, ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വ പ്രവാചകന്മാരും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈയോടെയും പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുൻപിലെ സുജൂദ് ചെയ്യാവൂ, അവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. മറ്റൊന്നിന്റെ നേരെയും നിങ്ങളെ കൈ നീളാൻ പാടില്ല, മറ്റൊരാൾക്ക് നേരെയും നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമായ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. ആ ശിർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പോലും അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, നബിയെ, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളെ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിശ്വാസത്തെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാറങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ച് ജാറം മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, എന്റെ മമ്പർത്ത് തങ്ങളെ, എന്റെ മുഹയ്യിദ്ദീൻ ശൈഖേ, എന്റെ CM മക്കാമിലെ തങ്ങളെ എന്ന് വിളിപ്പിക്കുന്നതിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല. ഈ മമ്പാട്ട റോഡ് സൈഡിൽ ഒരു അപകടം പറ്റി കിടക്കുന്നവന്റെ ചോരയുടെ നിറം ചുവപ്പാണെങ്കിൽ അവന്റെ നിറമോ അവന്റെ ജാതിയോ അവന്റെ കുലമോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതേ മനസ്സെ ഈ വിഷ്കുണ്ടാരത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ശിർക്കിലേക്ക് വലിച്ചേക്കുന്ന പുരോഹിതന്മാർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം. ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സെക്കൻഡിൽ പോലും ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് പറയാനുള്ള ആർജവമാണ് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിന്റെ റസൂലുള്ള നിയോഗിക്കപ്പെടുമ്പോ മക്കയിലുള്ള ആളുകൾക്കും ഇന്നുള്ള ആളുകളിൽപ്പെട്ട ചിലരുടെ വിശ്വാസമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചിരുന്ന വലിയ പ്രമാണിമാരിൽപ്പെട്ട ലാത്ത എന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പം മക്കക്കാര് കുറച്ച് ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ലാത്ത പുണ്യപുരുഷനായതുകൊണ്ട് ലാത്തയുടെ കബർ നമുക്കങ്ങനെ അനാദരവോടെ ഇടാൻ പാടില്ല,
അത് കുറച്ചൊന്ന് കെട്ടിപ്പൊക്കണം. അങ്ങനെ ലാത്തയുടെ ഖബർ അവർ കെട്ടിപ്പൊക്കി. കുറച്ച് കഴിഞ്ഞപ്പം അവർ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ആ കെട്ടിപ്പൊക്കിയ ഖബർ അങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല, അവിടെ ചില ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെയായിരുന്നു ലാത്തയുടെ ഖബറിങ്കൽ ആഘോഷങ്ങൾ വന്നത്. യാത്ര പോകുന്ന കച്ചവടക്കാര് ലാത്തന്റെ ഖബറിങ്കൽ വരും, യാത്ര പോകുന്ന ആളുകൾ ലാത്തയുടെ ഖബറിങ്കൽ വരും. ഉസ്സ എന്നൊരു മരമുണ്ടായിരുന്നു, ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് അവർ പ്രാർത്ഥിക്കും. മനാത്ത എന്നൊരു കൽബിംബം ഉണ്ടായിരുന്നു, ആ ബിംബത്തെയും അവരാരാധിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ പറഞ്ഞതെന്താ? നിങ്ങൾ ഒരിക്കലും മരിച്ച ആളുകളിൽ കരികിൽ പോകാൻ പാടില്ല. എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ റസൂലെ അവരോട് പറയണം ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന അള്ളാഹുവിന്റെ വചനം. ആ വചനം പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാ സഹാബാക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് റസൂലുള്ളാന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നത്. ആ ജാഹിലിയത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മാർഗത്തിലേക്ക് അവർ വന്നതും ആ വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തതിന്റെ പേരിലാ. ഇന്നും ഈ സമൂഹത്തിനിടയിൽ നമ്മൾ പറയുന്നതും അത്രമാത്രമേയുള്ളൂ. ജാറത്തിങ്കൽ പോകല്ലേ, മക്ബറയിൽ ചെന്ന് പ്രാർത്ഥിക്കല്ലേ, മറ്റുള്ള ആളുകളോട് ഇസ്തിഗ്ഫാർ നടത്തല്ലേ, സഹായം ചോദിക്കല്ലേ. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറു കുട്ടികൾക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഏതിരുട്ടിലും അകലിലും ഏത് വിജനതയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് ആശങ്കകളില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു കെട്ടിക്കൊടുക്കുന്ന ചിന്തകൾക്ക് മുൻപിലും അടിപതറാതെ ആർജവത്തോടെ പറയാൻ പറ്റണം, എനിക്കെന്റെ റബ്ബുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വെള്ളത്തിന് വേണ്ടി കാലിട്ടടിക്കുന്ന ഇസ്മായിൽ നബിയെ പരിഗണിക്കാതെ സഫക്കും മർവക്കും കുന്നുകൾക്ക് മുകളിലേക്ക് ഓടിക്കയറിയ ഹാജറ ബീവിയുടെ ഉള്ളിലുണ്ടായ വിശ്വാസം വിജനമായ പ്രയാസങ്ങളിൽ മരുഭൂമിയിൽ അകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് പ്രാർത്ഥിച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പം യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ശരീരമാസകലം വ്രണപ്പെട്ട രോഗം ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തി അങ്ങേയറ്റം മാറ്റി നിർത്തിയപ്പോഴും ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാ ഇന്നാളുകൾ നമ്മളെ കുറ്റം പറയുന്നത്. ഇനി ഒരു വേള ചിന്തിച്ചു നോക്കൂ, മക്കയിലെ ജീവിത കാലഘട്ടത്തിനിടയിൽ, മദീന ജീവിത കാലഘട്ടത്തിനിടയിൽ വഫാത്താകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള മരണമല്ല ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു. ഒരു 13 ദിവസം നല്ല പനി ബാധിച്ച് കിടന്നിട്ടുണ്ട്. സഫർ മാസം 30-ാം തീയതി മരണപ്പെട്ടൊരു സ്വഹാബിയുടെ മയ്യത്ത് ബഖീഉൽ അർഖദ് അഥവാ മദീന പള്ളിന്റെ അരികിലുള്ള ഖബർസ്ഥാനിൽ അടക്കി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന് 2 കൈകൊണ്ടും തലങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്ത്? റസൂലുള്ള തിരിച്ചു പറഞ്ഞു, നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. കയ്യിലുള്ള തോർത്തുമുണ്ടെടുത്ത് സഹാബത്ത് നെറ്റിയിൽ വരിഞ്ഞു കെട്ടിക്കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് റബീഉൽ അവ്വൽ 12 വരെ അള്ളാഹുവിന്റെ ഹബീബ് സൂക്കേടുകാരനാ, രോഗിയാ, കഠിന പനി ബാധിച്ചവനാ. ആ പനി ബാധിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന്റെ അന്നാ. നേരം വെളുത്തു, സൂര്യൻ അതിന്റെ ചൂടിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് അള്ളാന്റെ ഹബീബ് മുഖത്തേക്ക് ഇങ്ങനെ ഇടും, മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റും. കണ്ടു നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാന്റെ തലയെടുത്ത് മടി കടത്തിയിട്ട് ചോദിക്കും, എന്തേ പ്രവാചകരെ, കഴിഞ്ഞ 12 ദിവസവും കാണാത്തൊരു വേദന നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ റസൂലേ, എന്താ നിങ്ങൾക്കൊരു പ്രയാസം? പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, ആയിഷ, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണെത്തുന്ന വിഷമാംസത്തിന്റെ വേദന, അന്ന് മരിക്കേണ്ട മരണം ഇന്ന് എന്നെ തേടി വന്നിട്ടുണ്ട് ആയിഷ. മരണം എന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ട് ആയിഷ. മരണം റസൂലുള്ളാനെ തേടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ സഹാബത്ത് വീട്ടിന്റെ ചുറ്റുഭാഗവും കൂടി. ആയിരക്കണക്കിന് സഹാബാക്കൾ പ്രവാചകന്റെ വിവരമറിയാൻ വേണ്ടി റസൂലുള്ളാന്റെ വീട്ടിന്റെ മുമ്പിൽ തമ്പടിച്ചു കൂടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുമ്മ അഇന്നി, എനിക്ക് ആ വേദനയൊന്ന് കുറച്ച് താ റബ്ബേ.
എന്ന് സങ്കടം കൊണ്ട് കരയുന്ന റസൂലുള്ളാനെ വീണ്ടും ആയിഷ ബീവി മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ള ബോധം കെട്ടു. അല്പം വെള്ളമെടുത്ത് റസൂലുള്ളാന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്ത് ശാപം കിട്ടാക്കോ? മോനെ അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഖബർ പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി. ലാത്തയാണെങ്കിലും ഉസ്സയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു ഖബർ പോലും ആ മക്കയിൽ കാണരുതേ അലി എന്നന്ന് റസൂലുള്ള ഒരു വസിയത്തായിട്ട് പഠിപ്പിച്ചപ്പോ അന്ന് തച്ചു പൊട്ടിച്ചതാ റസൂലുള്ളാന്റെ മുന്നിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ ഖബറുകളും. കാരണം അത് ഇസ്ലാമല്ല, അത് മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല. ജാറങ്ങളിലും മക്ബറുകളിലും ചെന്ന് അള്ളാഹുവിൽ പങ്കു ചേർത്ത് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നേർച്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി, നേർച്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി നേർച്ചകളും ആന എഴുന്നള്ളിപ്പ് നേർച്ചകളും ആന എഴുന്നള്ളിപ്പുകളും കരിമരുന്ന് പ്രയോഗങ്ങളും ചന്ദനക്കുട നേർച്ചകളും കുടകൈ മാറ്റങ്ങളുമാണെങ്കിൽ ആ നേർച്ച ഇസ്ലാമികമല്ല, അത് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല. മക്കയിൽ പ്രവാചകൻ ആടുകളെ വേച്ചു എന്നുള്ളതല്ലാതെ, ആനകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു എഴുന്നള്ളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടില്ല. മുത്തുക്കൊട മാറിയിട്ടില്ല. നേർച്ചകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നിനക്കാണ് റബ്ബേ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു റബ്ബേ എന്ന അടിയുറച്ചൊരു വിശ്വാസം ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയണം പടച്ചോനെ, അങ്ങനെ മനസ്സിലാക്കണം പടച്ചോനെ. അല്ലാഹുമ്മ ലാ മാനി ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. റബ്ബ് വിധിച്ചത് എനിക്ക് ഇങ്ങൊക്കെ കിട്ടും, റബ്ബ് തടഞ്ഞത് ലോകത്തൊരുത്തനും നമുക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല. ആയിരക്കണക്കിന് അരിമണികൾ ഉണ്ടാക്കി ചാക്ക് മുഖേന തീവണ്ടിയിൽ കയറ്റി കോഴിക്കോട് ഭാഗത്തെത്തി, അവിടുന്ന് റോഡുകളിലൂടെ വലിയങ്ങാടിയിലെത്തി, വലിയങ്ങാടി അരികോടം മമ്പാട്ടെ പലചരക്ക് കടയിലെത്തി. ആ പലചരക്ക് കടയിൽ നിന്ന് ഒരു ചക്കിന്റെ 50ാമത്തെ കിലോ നിന്റെ വീട്ടിലെ അലമാരയിൽ, നിന്റെ ഭരണിയിൽ നിനക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണിയിൽ നിറച്ചൊരു കിലോയിൽ നിന്ന് 500 ഗ്രാം പോലും ഇല്ലാത്ത ഒരു പിടി വറ്റ് നിന്റെ വയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വറ്റിൽ പടച്ചോൻ എന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വയറിൽ അതെത്തിയ. അതാണ് വിശ്വാസം. അല്ലാഹുമ്മ ലാ മാനി ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. അല്ലാഹു തടഞ്ഞാൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല, അല്ലാഹു വിധിച്ചാൽ ലോകത്തൊരാൾക്കും തടയാനും സാധിക്കുകയില്ല. ആ വിശ്വാസമാണ് ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു വിശ്വാസം. ആ വിശ്വാസത്തെ തകർക്കാനാണ് ഇന്ന് നിരീശ്വരവാദികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേരളം മാറിയത് എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു കൂട്ടർ പണിയെടുത്തത് മുതലാണ്. ദൈവവിശ്വാസത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടർ പണിയെടുത്തു. അതാണ് ലിബറലിസം. കേൾക്കുമ്പം ഇംഗ്ലീഷ് വാക്കുകൾ ഭയങ്കര രസാണെങ്കിലും ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്ത? എന്റെ മതം എന്നോട് പറഞ്ഞു കള്ള് ഹറാമാന്ന്. അല്ലാണ്ട് എന്റെ വാപ്പ പറഞ്ഞല്ല മോനെ കള്ളു കുടിക്കല്ലേ എന്ന്. എന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാന്റെ കൗല് വന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി, അള്ളാഹ് നിങ്ങൾക്ക് കള്ള് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്തത്? അള്ളാഹുവിനോട് പറഞ്ഞു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല. എന്റെ മതം എന്നെ പഠിപ്പിച്ചു വ്യഭിചാരം, കള്ളുകുടി, അനീതി, തിന്മ ഇതെല്ലാം തെറ്റാണെന്ന് എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചു. ശരി, എനിക്ക് ആ റബ്ബിലുള്ള വിശ്വാസം അല്ലാന്ന് കരുതുക. ഞാൻ ആ അള്ളാനെ കൈവിട്ടു. ആ അള്ളാനെ വിശ്വസിപ്പിക്കുന്ന മതം, ദീൻ, ഇസ്ലാം, ആ ഇസ്ലാമിനെ ഞാൻ കൈവിട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലെ മാർഗം എന്തായിരിക്കും? എനിക്ക് കള്ളുടിക്കാം, എനിക്ക് മതല്ല. എനിക്ക് പെണ്ണ് പിടിക്കാം, എനിക്ക് മതല്ല. എനിക്ക് വിശ്വാസമല്ല. എനിക്ക് ഏത് രാത്രിയിലും റോട്ടുമേലിറങ്ങി നടക്കാം. എനിക്ക് തോന്നുന്ന മാതിരി വസ്ത്രം ധരിക്കാം. എനിക്ക് തോന്നുന്ന കോലത്തിൽ ആസ്വദിച്ചെന്റെ ജീവിതത്തെ കൊണ്ടു നടക്കാം. അതുകൊണ്ട് തന്നെയാ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ആദ്യം അവർ കുത്തിവെച്ചത് ലിബറലിസമായിരുന്നു, മതനിഷേധം. മതവിശ്വാസത്തിൽ നിന്നും മക്കളെ അവർ പുറത്ത് ചാടിക്കാൻ പണിയെടുത്തു. കേരളത്തിലെ മുഖ്യധാര സിനിമകളിലൂടെ
മുഖ്യധാര സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന സർവ്വതുകളിലൂടെയും ആ ഒരു ഈക്വാലിറ്റിയുടെ മനസ്സുകളിലേക്ക് മക്കളെ അവർ കൊണ്ടെത്തിച്ചു. അവരാദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ആണിനും പെണ്ണിനും ഇത്ര വ്യത്യാസം? ആണിടുന്നത് പോലെ പെണ്ണിനിട്ടാൽ എന്താ? ആണുങ്ങളിടുന്ന കുപ്പായവും അല്ലെങ്കിൽ പാൻറ്റും ഞങ്ങൾക്ക് യൂണിഫോം ആക്കിയാൽ എന്താ? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഒരു പട്ടിൽ പൊതിഞ്ഞ് നിരീശ്വര മതത്തിന്റെ പേരിൽ ചട്ടക്കൂടിന്റെ ഉള്ളിൽ പർദ്ദ ധരിച്ച് ശരീരം മറച്ചിറങ്ങുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചു, എന്റെ ശരീരം, മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് എന്റെ ശരീരം എന്റെ ഭാഗല്ലേ? ഇത് മറ്റുള്ളവർക്ക് മുൻപിൽ പൊതിഞ്ഞു നടക്കുന്നതാണോ ഭംഗി? മറ്റുള്ളവർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ നിനക്കത് ധരിച്ചൂടെ? ഏയ്, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്റെ അമ്മ മദ്രസ പൊട്ടെത്തിയ, എന്റെ വാപ്പ മദ്രസ പൊട്ടനാ. ആ ലിബറൽ മനോഭാവം മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാൻ തുടങ്ങി. മക്കൾ അതിൽ ആകൃഷ്ടരായി. കാരണം കെട്ടുപൊട്ടിക്കാൻ കാത്തു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായ കാലഘട്ടത്തിലും യൗവനങ്ങൾ, കൗമാരങ്ങൾ, അത് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അശാബു ശോബത്തു മിനൽ ജുനൂൻ, അതൊരു ഭ്രാന്തമായ സമയ. അവിടെ നിങ്ങൾ കൈവിട്ട് ആദർശത്തിന്റെ പക്വതയോടുകൂടി നിങ്ങളുടെ മക്കൾക്ക് ആദർശത്തിന്റെ നിഷ്ഠയും സൂക്ഷ്മതയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിൽ ഉണ്ടാകണം. യൗവനങ്ങൾ തകർച്ചയിലേക്ക് എത്താനുള്ള കാരണം ആ ലിബറൽ മനോഭാവം മക്കളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് കൊണ്ടാണ്. കേരളത്തിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോളേജിൽ കയറി ചെന്ന് കേരളത്തിലുള്ള ഒരു വലിയ പത്രക്കാരൻ ചോദിച്ചൊരു പെൺകുട്ടിയോട്, ഈ ഏക സിവിൽ കോഡിനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന്. ഈ യൂട്യൂബിൽ 15 സെക്കൻഡിന്റെ റീൽസ് കണ്ടു നടക്കുന്ന ചില വാപ്പാർക്കുമാർക്കും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താ ഏക സിവിൽ കോഡ് എന്നൊന്നും. ഒരൊറ്റ മതം അല്ലെങ്കിൽ ഒരൊറ്റ രീതി, അത് കത്തിക്കാനാണെങ്കിൽ കത്തിക്കണം, പള്ളിയും മക്ബറയും വൈദ്യുതി ഇട്ട് കത്തിക്കണം, എല്ലാരെയും പൊടിച്ചു കളഞ്ഞ് ഒഴുക്കി കളയാനാണോ അങ്ങനെ ഒഴുക്കി കളയണം. ആ ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിമായ പെൺകുട്ടി ആദ്യം പറഞ്ഞത്, അത് നല്ലതല്ലേ, എല്ലാവർക്കും ഒരേ നിയമം വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ മതാണ് പ്രശ്നം, ഞങ്ങൾ കൂട്ടം കൂടി കളിക്കുന്നതും കൂട്ടം കൂടി പഠിക്കുന്നതും എന്റെ കൂട്ടുകാരായിട്ട് അന്യമതക്കാർ വീട്ടിൽ വരുന്നൊന്നും എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ മതവേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം. എന്നിട്ടൊരു ലിബറൽ മനോഭാവത്തിലേക്ക് പാറി നടക്കും. പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, കാണുന്ന പെടക്കോയിന്റെ പിന്നാലെ പൂവങ്കോയി ഓടുന്ന മാതിരി കുറെ ഓടിയിട്ടും രമിച്ചിട്ടും പിന്നെ അതുമ്മ സുഖം തീർന്നാ പിന്നെ കുത്തി ഞരമ്പുകളിൽ താത്തിയിട്ടും അതുമ്മലും സുഖം തീർന്നാ പിന്നെ ഒരു തീർന്നോട്ടെ, മൈ ബോഡി മൈ ചോയ്സ് എന്ന ചിന്തയിലേക്ക് അവർ മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കളും പരാജയപ്പെട്ടു. എന്ത്? മോളെ, വാപ്പ മരിച്ചാൽ വാപ്പാനെ മയ്യത്ത് കുളിപ്പിച്ച് കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ച് വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കോടാനുകോടി മലക്കുകൾ ആമീൻ ചൊല്ലി ആ മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാന്റെ അരികിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. കൊണ്ടുവെക്കുന്ന കബറ് പോലും സ്വർഗീയ ആരാമങ്ങളാൽ അള്ള ഒരുക്കി തരുന്ന ഒരു പാരത്രിക ലോകമുണ്ട്. അവിടെ നമുക്ക് ആ ലോകം കണക്ക് പറയേണ്ടി വരും. നന്മയാണോ നന്മ കിട്ടും, തിന്മയാണോ തിന്മ കിട്ടും. ആ പാരത്രിക ലോക വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ലിബറലുകൾ പണിയെടുത്തപ്പോ മക്കൾക്ക് പാരത്രിക ലോകവുമില്ല ദുനിയാവുമില്ല. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധം നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ആദർശബന്ധത്തിലാ. കുടുംബത്തിൽ ആദർശബന്ധമുണ്ടോ, നാളെ പരലോകത്തും നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും. ആദർശബന്ധല്ലേ? വാപ്പ നല്ല മുത്തക്കിയായിരിക്കും, മക്കള് നരകത്ത് പോകുന്നുണ്ടാകും. മക്കള് നല്ല മുത്തക്കിങ്ങളായിരിക്കും, വാപ്പയമ്മയും നരകത്ത് പോകുന്നുണ്ടാകും. തമ്മ് കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചറബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒരുമിച്ച് കൂടും. വാപ്പാര് മരിച്ചോയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട്, ബേജാറാണ്ട. വാപ്പനൊക്കെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നരകത്തിലേക്കുള്ള വാപ്പയാണെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. നരകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട കുടുംബം, ഞാൻ, എൻ്റെ പെണ്ണുങ്ങൾ, എൻ്റെ വാപ്പ, എൻ്റെ അമ്മ, എൻ്റെ മക്കള്, എൻ്റെ അനിയന്, ഏട്ടന്, മൂത്താപ്പ, എളാപ്പ, ദേ വലിയ തറവാട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടേക്കാ? അള്ള നിശ്ചയിച്ചു നരകത്തിലേക്ക്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. കരളെ പെണ്ണെ, ഭാര്യയുണ്ട്, എൻ്റെ പിയ്യാപ്പിള കരളിന്റെ കഷ്ണം അയാളുണ്ട്, എൻ്റെ കൽക്കണ്ടങ്ങളായ മക്കള് അവരുണ്ട്, എൻ്റെ പ്രാണനായിരുന്ന മാതാപിതാക്കള് അവരുണ്ട്. പക്ഷെ അന്ന് ആ കാഴ്ചനെ പറ്റി അള്ള പറഞ്ഞൊരു വാക്കുണ്ട്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അന്ന് നിങ്ങൾ കരയും മനുഷ്യരെ, പോറ്റി വലുതാക്കിയ മക്കളെ ഓർത്ത് നിങ്ങൾ കരയും, ജനിപ്പിച്ച പടച്ചറബിന്റെ ദുനിയാവോർത്ത് നിങ്ങൾ കരയും.
അള്ള തന്ന സമ്പത്തോർത്ത് നിങ്ങൾ കരയും, അള്ള തന്ന ആരോഗ്യമോർത്ത് നിങ്ങൾ കരയും, പടച്ചോൻ തന്ന കുടുംബമോർത്ത് നിങ്ങൾ കരയും. എന്നിട്ട് റബ്ബിനോട് പറയും, ലൗ യഫ്തദീ, റബ്ബേ എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തിയാൽ എനിക്കിന്റെ പെണ്ണുങ്ങൾ വേണ്ട, എനിക്കിന്റെ മക്കൾ വേണ്ട, എനിക്കിന്റെ വാപ്പമ്മ വേണ്ട, എനിക്കിന്റെ കുടുംബക്കാര് വേണ്ട. ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ, ഇന്നത്തെ ദിവസം ആ വേദനാജനകമായ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ബിബനീ, എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും റബ്ബേ. നിന്റെ മക്കളാണ് ഈ മക്കള്, ഞാൻ പറഞ്ഞത് കേൾക്കാത്ത മക്കള്, ഞാൻ അനുസരിപ്പിച്ചിട്ടും അനുസരിക്കാത്ത മക്കള്, ഞാൻ തീറ്റിപ്പോറ്റി വലുതാക്കി കൊണ്ടുവന്ന മക്കള്. ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഞാൻ ഹറാമ് ചെയ്തത്, ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഞാൻ നിസ്കാരം പോലും ഒഴിവാക്കിയത്, ഇവർക്ക് വേണ്ടിയാ റബ്ബെ ഹക്കും ബാത്തിലും നോക്കാണ്ട് ഞാൻ മുതലുണ്ടാക്കിയത്. അതുകൊണ്ട് ബിബനീ, ആ മക്കളെ നീ അങ്ങെടുത്തോ. അള്ളാഹുവിന്റെ മുഖത്ത് തെളിച്ചല്ല. വീണ്ടും രണ്ടാമത്തെ വർത്താനം, അള്ളാഹുവേ നിനക്ക് ബിബനീ വസ്വാഹിബതിഹി, കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ അവള്, അവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് റബ്ബേ. അവളെ കണ്ണ് നിറയാതിരിക്കാൻ അവളെ വാശി, എന്റെ വാശി, അവന്റെ ദേഷ്യം, ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പിയ്യാപ്പിളക്കും വേണ്ടി എല്ലാ തീരുമാനങ്ങളും മാറ്റി അവളുടെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടത്തിനും വേണ്ടി മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെപ്പോലെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച്, സിനിമക്കനുസരിച്ച്, റീലിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചെന്റെ ആണും പെണ്ണുമാണ് റബ്ബേ. വസ്വാഹിബതിഹി, ആ പെണ്ണിനെ നീ എടുത്തോ, ആ പുതിയ ആപ്പിളിനെ നീ എടുത്തോ. അതും വേണ്ട റബ്ബിനൊന്ന് തോന്നുമ്പോ മൂന്നാമത്തെ വർത്താനം, വഅഖീ, എന്റെ ബലമായിരുന്ന എന്റെ കുടുംബം ഇതാ റബ്ബേ. മൂത്ത കാർന്നൂരുണ്ട്, ഇളയ പെങ്ങളുണ്ട്, പെങ്ങളെ പയ്യാപ്പിള അളിയാക്കയുണ്ട്, എല്ലാ കുടുംബക്കാരുമുണ്ട് റബ്ബേ. ആ കുടുംബത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട നീ ആഗ്രഹിക്കുന്ന ഒരാളെ എടുത്തിട്ട് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. അതും റബ്ബിന് വേണ്ട. വീണ്ടും നാലാമത്തെ ചോദ്യം, റബ്ബേ ഞാൻ വാങ്ങിവെച്ച 10-20 ഏക്കറയുണ്ട്, 3-4 പെറുമുടി പീടികയുണ്ട് റബ്ബേ. വീട്ടിന്റെ പോർച്ചിൽ ഒരു 18 ലക്ഷത്തിന്റെ കാർ ഉണ്ടായിരുന്നു റബ്ബേ. 1800, 2800, 4800 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. ബാങ്ക് ബാലൻസുകളിൽ റബ്ബേ കോടികളുണ്ട് റബ്ബേ. അവളെ കഴുത്തിലും കാലിലും ലക്ഷങ്ങളുടെ ആഭരണങ്ങളുണ്ട് റബ്ബേ. ദുനിയാവിലെ എന്തൊക്കെ നിനക്ക് വേണമോ അതൊക്കെ നീ എടുത്തു റബ്ബേ. എനിക്കെന്റെ വീട് വേണ്ടായിരുന്നു റബ്ബേ, വാഹനം വേണ്ടായിരുന്നു റബ്ബേ, മക്കൾ വേണ്ടായിരുന്നു റബ്ബേ, ചാഞ്ഞു കിടക്കുന്ന സപ്രമഞ്ച കട്ടിലുകൾ വേണ്ടായിരുന്നു റബ്ബേ, കടിക്കാനുള്ള ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ പോലും എനിക്ക് വേണ്ടായിരുന്നു റബ്ബേ. അതും റബ്ബിന് വേണ്ട എന്ന് റബ്ബ് പറയുമ്പോ അഞ്ചാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൻ ഫിൽ അർളി ജമീആ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പടച്ച റബ്ബിന്റെ ഏഴാൻ ആകാശത്തിന്റെ താഴെ ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള എന്ത് തന്നാലാണ് റബ്ബേ ആ നരകത്തിൽ നിന്ന് എന്നെയൊന്ന് നീ രക്ഷപ്പെടുത്തി തരിക എന്നവൻ കണ്ണുനീരോടെ തിരിച്ചു പറയുമ്പോ അള്ളാഹു ഒരൊറ്റ വാക്കിലൂടെ അത് തിരുത്തും. കല്ലാ ഇന്നഹാ ലളാ, നിർത്തടോ, കരച്ചിലൊക്കെ അവിടെ നിർത്തി. ഇതൊക്കെ ദുനിയാവിൽ പടച്ചോൻ പറഞ്ഞു തന്നിട്ടില്ലേ? അതിനല്ലേ 6000 ആയത്തുകളുള്ള 114 സൂറത്തുള്ള ഒരു അള്ളാന്റെ കലാമ് മുഅ്ജിസത്ത് നിന്റെ കയ്യിലേക്ക് അള്ള തന്നിട്ടില്ലേ? ഒരാവർത്തി നീ ഒന്ന് വായിച്ചു നോക്കിയിരുന്നോ? അതൊന്ന് പഠിച്ചു നോക്കിയിരുന്നോ? സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ട് ചെലന്തിന്റെ പേര്? സൂറത്തുൻ നംലിന് എന്തിന്റെ ഉറുമ്പിന്റെ പേര്? സൂറത്തുൻ നഹ്ലിന് എന്തിന് തേനീച്ചന്റെ പേര്? സൂറത്തുൽ ഇഖ്ലാസിന് എന്തുകൊണ്ട് തൗഹീദിന്റെ പേര്? സൂറത്തു ത്വാഹാക്ക് എന്ത് പേര്? സൂറത്തുൽ മറിയമിന് എന്ത് പേര്? എന്തിന് നിന്റെ തലക്കും ഭാഗത്ത് ആരൊക്കെയോ ഓതിത്തീർത്ത സൂറത്തുൽ യാസീനിൽ പോലും അള്ള പറഞ്ഞൊരു വാക്കില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതേ ഉണ്ടാകൂ, നിങ്ങൾ ചെയ്ത അമലേ ഉണ്ടാകൂ. മരണം നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു, അതൊന്നും കേട്ടിട്ട് നന്നാവാതെ ഇപ്പൊ വന്നിട്ട് കരയാണോ? ഇന്നഹാലോ, മിണ്ടരുത്. ഈ ഒരൊറ്റ വർത്താനം പരലോകത്ത് കേട്ടാൽ പിന്നെ തലയും കുനിച്ചിട്ടൊരു നിർത്ത. വാപ്പക്കും മക്കൾക്കും പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവില്ല. മക്കള് കാരണം ചില വാപ്പയും നരകത്തുക്കും, ചില രണ്ടു കൂട്ടരും പരീക്ഷണായിരുന്നു എന്ന് അവിടെ അറിയാം.